രണ്ടാമത്തെ നിലയുടെ സൈഡ് സ്ലാബാണ്, ഔട്ട്ഡോർ സ്ലാബാണ്, ഫുള്ള് പായലാണ്. ഇതെല്ലാം ചിരണ്ടി ഇളക്കാനാണ് ഇന്നത്തെ ടാസ്ക്. സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യണം. അതിന് ഞാൻ കുറച്ച് എക്യുപ്മെൻറ്റ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചിരണ്ടി ഇളക്കിയതിന് ശേഷം ഉള്ള വീഡിയോ ഞാനിപ്പം കാണിക്കാം. എല്ലാം ഫുള്ള് ഒന്നുപോലും ബാക്കിയില്ലാതെ എല്ലാം ചിരണ്ടി ഇളക്കിയിരിക്കുന്നു. 1 മണിക്കൂർ എടുത്ത് കേട്ടോ ഇത്രയും സ്ലാബ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇത് റിസ്ക്കാണ്. താഴെ കുഴി, നല്ല താഴ്ച, രണ്ടാമത്തെ നിലയാണ്. വീണാൽ താഴെ വീഴും. ഷെയ്ഡാണ് സൈഡിൽ. പിന്നെ ബാൽക്കണിയുടെയാണ് ഷീറ്റ് ഇട്ടിരിക്കുന്നത്. അത് സൈഡ് ഷീറ്റ്. അതിലും ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ ഈ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ, ഇതിൻ്റെ ഇലകളെല്ലാം തട്ടിയാണ് കൂടുതലും. പിന്നെ ഫാദർ താഴ്ന്ന് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു. പിന്നെ സൈഡ് സ്ലാബും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നമ്മുടെ ഈ നെല്ലിയുടെ ഇലയൊക്കെ ഇതിന് മുകളിലോട്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനത് കുറച്ച് ഒടിച്ച് മാറ്റണം. കാരണം അങ്ങനെ നിന്ന് ഒടിക്കാൻ പറ്റില്ല. റിസ്ക് എടുത്ത് വേണം താഴേക്ക് കാല് വെച്ചിട്ട് വേണം ഇറങ്ങി ചെയ്യേണ്ട. ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിന്നില്ലെങ്കിൽ താഴെ ഫുള്ള് പാറക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്, അതിലേക്ക് പോയി പതിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ സൂക്ഷിച്ച് നിന്നാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതൊരു ഫുള്ള് ഒടിക്കുക കൈകൊണ്ട്. കാരണം നമ്മൾ സാധാരണ വാക്കത്തി കൊണ്ടോ ഉപയോഗിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെയും നമ്മുടെ ഫോഴ്സ് താഴോട്ട് നമ്മൾ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഇതാകുമ്പം കൈകൊണ്ട് എൻ്റെ പവർ കൊണ്ട് ഞാൻ തന്നെ അങ്ങ് ഒടിച്ച് താഴേക്ക് ഇടുവാണ്. കാരണം ഇത് കൂടുതൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മറിഞ്ഞ് നിന്നാൽ തന്നെയും നമുക്ക് പ്രോബ്ലമാണ്. കാരണം കൂടുതൽ പായൽ, പെയിൻ്റ് അടിച്ചാൽ തന്നെയും പെയിൻറ്റിൻ്റെ മുകളിൽ കൂടെ ഏറ്റവും കൂടുതൽ പായൽ ഈ വൃക്ഷങ്ങളുടെ ഇലകൾ വഴി പിന്നെയും വെള്ളം വീഴാനുള്ള ചാൻസസ് ഉണ്ട്. പായൽ കൂടും. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പ് സൈഡാണ്, രണ്ടാമത്തെ നിലയുടെ ടോപ്പ് സൈഡ്. അപ്പോൾ താഴെ നല്ല ഡീപ്പാണ്. ഞാൻ എല്ലാം ഒടിച്ച് താഴേക്ക് ഇടുവാണ്. കാരണം സൂക്ഷിച്ച് തന്നെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ കാലിൽ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. താഴേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. കാരണം ഞാൻ എൻ്റെ കയ്യിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഒടിക്കുന്നത്. രണ്ട് കാലിലും മാത്രമേ എനിക്ക് സപ്പോർട്ടുള്ളൂ. കാരണം ഇതൊരു എഡ്ജ് ഭാഗമാണ്, വേറെ വഴികളൊന്നുമില്ല. കാരണം ചെയ്യുവാൻ വേറെ വഴി, ലാഡർ വെക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല. താഴെ നിന്നല്ലെങ്കിൽ പിന്നെ ഈ നിൽക്കുന്ന നെല്ലി മൂടോടെ ഒടിച്ച് കളയേണ്ടി വരും. മീൻസ് അത് നമുക്ക് ഫുള്ളായിട്ട് നമ്മളതിനെ കളയുന്നില്ല. സാധാരണ കുറച്ച് ശിഖരങ്ങൾ സൈഡിലേക്ക് വളരട്ടെ. എന്തിനാണ് നമ്മൾ നശിപ്പിക്കുന്നത്? കാരണം എത്ര നാൾ കൂടിയാണ് ഇത് വളർന്നു വന്നത്. അതുകൊണ്ട് പൊട്ടിത്തിളക്കും ഇത്. പിന്നെ ഞാൻ സൈഡിൽ പിന്നെ ഓലമടലൊക്കെ ഉണ്ടായിരുന്നു. ഈ ഓലമടലുകൾ താഴെ നിന്ന് വെട്ടിക്കളയാനേ പറ്റത്തുള്ളൂ. കാരണം നടുവിൽ വെട്ടിയിട്ട് കാര്യമില്ല. കാരണം താഴെ നിന്നൊരു ഒറ്റ ലെയറായിട്ട് വെട്ടിക്കളയാം. പിന്നെ സൈഡ് സ്ലാബ് കൂടെ ഇനി പെൻഡിങ് ഉണ്ട്. ഞാൻ സൈഡിലേക്ക് നീങ്ങിയിരുന്ന് വേണം ഇനി അടുത്ത സൈഡിലേക്ക് നോക്കാനും. കാരണം എനിക്ക് ഗ്രിപ്പ് കിട്ടണമല്ലോ. ഒരു പൊസിഷനിൽ ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് ഗ്രിപ്പ് കിട്ടിയാലേ ഓടിക്കാനുള്ള ഗ്യാപ്പുള്ളൂ. ഇന്ന് ഇന്ന് ഞായറാഴ്ചയാണ്. കാരണം ഇന്നൊരു ഫ്രീ കിട്ടിയപ്പോൾ ഇന്ന് ഡ്യൂട്ടി ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ കെയർ ചെയ്താണ് ഫുള്ള് ക്ലീൻ ചെയ്യാൻ. ഇന്ന് ക്ലീൻ ചെയ്ത് ഇറങ്ങണം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നിലവിൽ ഈ സൈഡ് സ്ലാബ് കൂടെ ഉണ്ട് ചെയ്യാൻ. സൈഡ് സ്ലാബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫ്രീ ആവും. നെല്ലിയുടെ നല്ല കട്ടിയുള്ള മരമാണ്. കാരണം പച്ചയായതുകൊണ്ട് ഇത് ഒടിഞ്ഞ് വരാൻ ഇത്തിരി താമസം എടുക്കുന്നുണ്ട്. ഞാൻ ഫുള്ള് കൈയുടെ പവറിലാണ് ഞാനിത് ഓരോന്നും ഒടിക്കുന്നത്. ഏകദേശം നെല്ലിയുടെ മോൾഭാഗത്തെ തലപ്പ് ഫുള്ള് ഞാനിങ്ങി ഒടിച്ചെടുത്തു. ഇനിയും കുറച്ച് മാത്രമേ നിൽപ്പുള്ളൂ. അതുകൂടെ ഞാൻ ആ താഴത്തെ കമ്പൂടെ ഇനി ലാസ്റ്റ് ഒടിച്ചു കഴിഞ്ഞാൽ ഇതുകൂടെ ആകുമ്പോഴത്തേന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ താഴേക്ക് പോവും. അതുകൊണ്ട് പിന്നെ തെറ്റലുണ്ട്. നല്ല മഴ പെയ്തിരുന്നല്ലോ. അതുകൊണ്ട് സമയം കിട്ടിയതനുസരിച്ചാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെയർ ചെയ്തതും. ഞാൻ ഈ പായലെല്ലാം സൈഡിൽ പായലും കളഞ്ഞു. ഇനി എനിക്ക് ഈ സൈഡിൽ ഒരു സ്ലാബ് മാത്രമേ ഉള്ളൂ. ഇനി അപ്പുറത്തെ സൈഡ് സ്ലാബുകളും ഉണ്ട്. ഞാൻ ഫോണും കയ്യിലേക്ക് പിടിച്ച് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇനിയിപ്പം കുറച്ച് ഇതാണ്ട് ഈ കാണുന്ന സ്ലാബൂടെ ഉള്ളൂ. ഇത് സെക്കൻഡ് ഫ്ലോറിൻ്റെ ഷെയ്ഡ് ഫുള്ള്, ഒരു സൈഡ് ഫുള്ള് ക്ലീൻ ചെയ്തു. ഇനി അടുത്ത സൈഡ് ഈ കാണുന്ന എല്ലാം ഫുള്ള് ഒരുപാടുണ്ടായിരുന്നു. ഇനി ഇപ്പുറത്തൂടെ ക്ലീൻ ചെയ്യുവാണ്. ഇത് ഞാൻ ഓൾറെഡി ഈ സൈഡ് ഫുള്ള്, കാരണം ചെറിയ നിൽക്കാൻ പോലും ഇടമില്ലാത്ത രീതിയാണ്. വീണാൽ താഴോട്ട് കാണാമല്ലോ നിങ്ങൾക്ക്. ഇത് രണ്ടാമത്തെ സ്ലാബിൽ ഫുള്ള് പായലാണ്. ഇത് നല്ല രീതിയിൽ വളർന്നു. AC ഇരിക്കുന്നിടത്ത് പോകാൻ പോലും പറ്റാത്ത രീതിയിൽ വളർന്നു. കാരണം പണിക്കാരെ ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ
അവർ ഇത് ചെയ്യില്ല ഇങ്ങനെ. കാരണം എന്തെങ്കിലും പറ്റിയാലും, കാരണം ഞാൻ ഇനി ചായ 4 മണിയായി, 4:30 എങ്ങാണ്ടായി ചായ കുടിക്കിട്ട് കുറച്ച്. ഉച്ചയ്ക്ക് കയറിയതാണ്, ഇത്രയും സമയം. പിന്നെ ഈ കാണുന്ന ഷാർപ്പ് എഡ്ജാണ്, എഴുന്നേറ്റ് നിൽക്കാൻ പോലും എനിക്ക് പറ്റില്ല. കാരണം തലയിടിക്കും, അല്ലെങ്കിൽ മുതുക് സൈഡ് കീറും. കാരണം എന്തെങ്കിലുമൊക്കെ ഊണ്ടുണ്ടാവും. കാരണം അതുകൊണ്ട് സൂക്ഷിച്ച് നിൽക്കണം. ഞാൻ AC-യുടെ വെൻറ്റിൻ്റെ സൈഡിൽ നിൽക്കുവാണ്. കാരണം ഇവിടെയൊക്കെ ഈ പായലുണ്ട്, അതെല്ലാം ചരണ്ടി കഴിഞ്ഞാലേ പെയിൻ്റ് അടിക്കാൻ പറ്റൂ. ചായ ഇതാണ് നമ്മുടെ പുരയിടം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ജസ്റ്റ് ചായ കപ്പ് വെച്ചിട്ട് ഇതൊന്നും എടുത്ത്, നല്ല രസമുണ്ട് ഈ സൺലൈറ്റ് അടിച്ചപ്പോഴേ. നല്ല ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ടോ. ഇത് ഞാൻ പിന്നെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു. കാരണം സൈഡെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. ആദ്യമേ കണ്ടതിന് ശേഷം സൈഡെല്ലാം ഞാൻ ക്ലിയർ ചെയ്തു. ചായ കുടിയതിന് ശേഷം എല്ലാം ക്ലിയർ ചെയ്തു. ഇനിയിപ്പം നല്ല ക്ലിയറായി. നല്ല രീതിയിൽ കട്ടയ്ക്ക് കിടന്ന പായലാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.